ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിൽ ഇന്നത്തെ അപ്ഡേറ്റുകൾ നോക്കാം. ഇന്ന് തീയതി 3/1/2025. ആദ്യം തന്നെ പരീക്ഷാ ഫലങ്ങളാണ്. 2024 ഏപ്രിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ MSc ഫിസിക്സ് ന്യൂ ജനറേഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM പോർട്ടൽ മുഖേന 2025 ജനുവരി 10 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപേക്ഷാ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. 2024 ഏപ്രിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ MSc ഫിസിക്സ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടിനിക്ക് SLCM വിദ്യാർത്ഥികൾ slcm.keralauniversity.ac.in മുഖേനയും സപ്ലിമെൻ്ററി 2020 അഡ്മിഷൻ വിദ്യാർത്ഥികൾ exam.keralauniversity.ac.in മുഖേനയും 2025 ജനുവരി 9 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. SLCM വിദ്യാർത്ഥികളുടെ അപേക്ഷാ ഫീസ് SLCM ഓൺലൈൻ പോർട്ടൽ മുഖേന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇതിന് പ്രാക്ടിക്കൽ മേജർ പ്രൊജക്ട് ആൻഡ് വയോവേഴ്സ് ഡീറ്റെയിൽസ് ആണ്. സർവകലാശാല വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രം വരെ നടത്തിയ 3-4 സെമസ്റ്റർ MSc കമ്പ്യൂട്ടർ സയൻസ് റെഗുലർ 2022 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 2021-2020 അഡ്മിഷൻ, മെയിൻ സെക്ഷൻ 17-19 അഡ്മിഷൻ, ഒക്ടോബർ 2024 പരീക്ഷകളുടെ പ്രാക്ടിക്കൽ മേജർ പ്രൊജക്ട് ആൻഡ് വയോവേഴ്സ് പരീക്ഷകൾ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങളിൽ വെച്ച് 2025 ജനുവരി 7 മുതൽ നടത്തുന്നു. ബാച്ച് തിരിച്ചുള്ള വിശദ ടൈം ടേബിൾ സൈറ്റിൽ അവൈലബിൾ ആണ്. ടൈം ടേബിൾ ആണ്. 2025 ജനുവരിയിൽ നടത്തുന്ന അഡ്വാൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ APG-DEC സപ്ലിമെൻ്ററി പരീക്ഷയുടെ വിശദ ടൈം ടേബിൾ സൈറ്റിൽ അവൈലബിൾ ആണ്. 2024 ഏപ്രിൽ നടത്തിയ 1-2 വർഷ BCom ആനുവൽ പരീക്ഷയുടെ പാർട്ട് 1 and 2 റെഗുലർ സപ്ലിമെൻ്ററി ആൻഡ് മെഡിസിൻ പരീക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡും പ്രസിദ്ധ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് ജനുവരി 6 മുതൽ 8 വരെയുള്ള പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ4 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്.